ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ വൈകിയ വയോധികനെ KSRTC ഡ്രൈവർ കമ്പി കൊണ്ട് അടിച്ച ശേഷം ബസ്സിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ടതായി പരാതി ഉയരുന്നു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും കുറ്റിയാണിയിലേക്ക് പോയ ബസ്സിലെ യാത്രക്കാരനായ വട്ടപ്പാറ സ്വദേശി ഭദ്രനാണ് ഈ ദുരനുഭവം ഉണ്ടായത്. സാധാരണ ഈ സ്റ്റേ ബസ്സൊക്കെ വരുമ്പോൾ അവിടെ ഈ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് പറയുമ്പോൾ ചെറിയ കയറ്റം കയറുന്ന സ്ഥലമാണ്. അവിടെ അങ്ങ് നിർത്തിത്തരും. ഡ്രൈവറുടെ ഒക്കെ ഞാൻ പോയി ഇവിടെ ഇറങ്ങണം. ഇയാൾ അവിടെ നിർത്താതെ ഈ കയറ്റം കംപ്ലീറ്റ് കയറ്റി മേളിൽ കൊണ്ട് അങ്ങ് നിർത്തി. മേളിൽ കൊണ്ട് നിർത്തിയപ്പോൾ ഞാൻ പറയും താഴെ നിർത്തിവിടായിരുന്നു. താഴെ നിർത്താൻ പറ്റൂല, അവിടെ അങ്ങ് നിർത്തിയാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തിനാണ് ഇറങ്ങടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ഇറങ്ങടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കാല് വയ്യാത്തതാണ്, ചിലപ്പോൾ പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള എന്തോ ഒരു പുള്ളിക്കാരനെ ചെയ്യണം. അവിടെ എന്താ നിന്റെ കളി കണ്ടുകൊണ്ടിരിക്കാൻ. തിരുവനന്തപുരത്ത് അജ്മൽ ദിറാർ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ അജ്മൽ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ പോളിംഗ് ദിവസം 9-ാം തീയതി അന്നാണ് ഈ വയോധികനായ ഭദ്രൻ ആരോപിക്കുന്നത് പോലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇദ്ദേഹം വൈകിട്ട് ചാലയിൽ കച്ചവടം നടത്തുന്ന ആളാണ്. ഇദ്ദേഹം വൈകിട്ട് കിഴക്കേക്കോട്ടയിൽ നിന്നും കുറ്റ്യാണിയിലേക്കുള്ള യാത്ര ചെയ്യുന്ന KSRTC ബസ്സിൽ കയറുകയും അവിടെ നിന്നും ഒരു 9 മണിയോടെ തനിക്കിറങ്ങേണ്ട സ്റ്റോപ്പിൽ ബസ് എത്തുകയും ചെയ്ത സമയത്ത് കണ്ടക്ടർ ബെല്ലടിച്ചു. പക്ഷേ ആ സ്റ്റോപ്പും കഴിഞ്ഞ് അപ്പുറത്തെ സ്റ്റോപ്പിലാണ് ഡ്രൈവർ ബസ് നിർത്തുന്നത്. ഈ ബസ് നിർത്തുന്ന സമയത്ത് ഈ വയോധികനോട് ഡ്രൈവർ വളരെ വേഗം ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് കാലിൽ വെരിക്കോസിന്റെ ബുദ്ധിമുട്ടുണ്ട്, ചില ശാരീരിക പ്രശ്നങ്ങളുണ്ട്, പതിയെ ഇറങ്ങാൻ പറ്റുള്ളതാണ്. പക്ഷേ ഡ്രൈവർ വീണ്ടും ഇദ്ദേഹത്തോട് നിരന്തരം പെട്ടെന്ന് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് പ്രകോപിതനായി ഇദ്ദേഹം ഇറങ്ങുന്നതിനിടയിൽ ഇദ്ദേഹത്തെ കമ്പി കൊണ്ട് ആക്രമിക്കുകയും നിരവധി തവണ ചവിട്ടുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. അന്ന് പോളിംഗ് ദിവസമായതിനാൽ ബസ്സിൽ പൊതുവെ ആള് കുറവായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെത്തി അദ്ദേഹത്തെ സമീപത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ തലയിൽ 5 സ്റ്റിച്ചുണ്ട് എന്ന് നമുക്ക് മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വാരിയലിന് പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വട്ടപ്പാറ പോലീസിൽ ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ KSRTC ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.